affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Muharraq, Kingdom of Bahrain. ബാരൻ റോഡ് ഷോയിൽ അടുത്തതായി അൽ ഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡ്. ഇന്നത്തെ ഫസ്റ്റ് എയ്ഡിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റും അവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. കാണുക. ഇന്നത്തെ ഫസ്റ്റ് എയ്ഡിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബഹ്റിനിലെ അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ എമർജൻസിയെക്കുറിച്ചും ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചുമാണ്. അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടി ഇവിടുത്തെ എമർജൻസി ഇൻചാർജായ ഡോക്ടർ രാജീവ് നമ്മളൊപ്പം ഉണ്ട്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. ഡോക്ടർ, ഇവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഹലോ, ആദ്യമായിട്ട് ഞാൻ ഇവിടുത്തെ ഞങ്ങളുടെ ടീമിനെ പരിചയപ്പെടുത്താം. ഞങ്ങൾ ഡോക്ടർ ഷബീന ഷേഖ്, ഡോക്ടർ ഷീജ കട്ടേർ ആൻഡ് ഡോക്ടർ ദിലീപ് ഹോത്കർ. ഇനിയും 2 ഡോക്ടേഴ്സ് ഉണ്ട് നമ്മളുടെ ഇവിടെ, ഡോക്ടർ റോബിൻ ആൻഡ് ഡോക്ടർ ഇമ്രാൻ. അവർ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഇവിടെ അവർക്ക് ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് ഫെസിലിറ്റീസ് എന്ന് പറയാനായിട്ട് ഏതൊരു ടൈപ്പ് ഓഫ് എമർജൻസി ഇവിടെ വന്നാലും നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. വെദർ ഇറ്റ് ഇസ് കാർഡിയാക്, അല്ല സ്ട്രോക്ക് ആണെങ്കിൽ, ട്രോമയാണെങ്കിൽ, ആക്സിഡൻ്റ് ആണെങ്കിൽ, ഒരു 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി റൂമാണ് നമ്മുടേത്. ബേസിക്കലി നമുക്ക് 3 ബെഡ്സ് ഉണ്ട് എമർജൻസി റൂമിൽ, പ്ലസ് നമുക്കൊരു പ്രൊസീജിയർ റൂം ഉണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിൽ നമുക്കൊരു സ്യൂച്ചറിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും വേണമെങ്കിൽ, അല്ലെങ്കിൽ വൂണ്ട് എക്സ്പ്ലോറേഷൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾ ദ ടൈം ചെയ്യാം. പ്ലസ് നമുക്ക് ഡീഫിബ്രിലേറ്റർ ഉണ്ട്, ഇതൊരു കാർഡിയാക് കേസ് ഹാൻഡിൽ ചെയ്യാൻ. മോണിറ്റേഴ്സ് ഉണ്ട്, 24 hours ഓക്സിജൻ, സക്ഷൻ. വി ഹാവ് വെന്റിലേറ്റേഴ്സ്. എപ്പോഴെങ്കിലും ശ്വാസകോശം തടസ്സമായിട്ടോ അല്ലെങ്കിൽ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടായിട്ട് പേഷ്യൻ്റ് വന്നാൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെന്റിലേറ്ററിലേക്ക് ഇടാം. ഈ പറഞ്ഞതല്ലാണ്ട് നമുക്ക് ഓർത്തോ ഉണ്ട്, ഫുൾ ഫ്ലെജ് 2 ഓർത്തോപെഡിക് സർജൻസ് ഉണ്ട്. ഏത് സമയത്ത് വേണമെങ്കിൽ ഒരു ഓർത്തോപെഡിക് പ്രൊസീജിയർ ചെയ്യാൻ വി ആർ വെൽ കേപ്പബിൾ ഓഫ് ഹാൻഡിൽ. എപ്പോഴെങ്കിലും ഒരു കാർഡിയാക് കേസ് വന്നാൽ വി ക്യാൻ ഓൾവേസ് ലൈക്ക് ECG എടുക്കുക, മോണിറ്റർ ചെയ്യുക, ലൈക്ക് ഇമ്മീഡിയറ്റ് ത്രോംബോലൈസിസ്, അതെല്ലാം ചെയ്യാൻ പറ്റും നമുക്കിവിടെ. ഫസ്റ്റ് എയ്ഡിലൂടെ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിൻ്റെ എമർജൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ മെഷീൻസിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് ഡോക്ടർ രാജീവ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. ഡോക്ടർ, എന്താണ് ഈ മെഷീനെ കുറിച്ച്, എന്താണ് ഇതിൻ്റെ യൂസ്? വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ് പറഞ്ഞത്. ഒരു എമർജൻസി റൂമിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് ഇത്. ഇതിനെ എമർജൻസി ക്രാഷ് കാർട്ട് അല്ലെങ്കിൽ എമർജൻസി ക്രാഷ് ട്രോളി എന്ന് വിളിക്കും. അതായത് എപ്പോഴെങ്കിലും ഒരു പേഷ്യൻ്റ് ശ്വാസം വലിക്കാതെയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിട്ടോ അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടോ ഹാർട്ട് ഫാസ്റ്റ് റേറ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് പേഷ്യൻറ്റിനെ റിസസിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിൽ പല പല ഘടകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ് ഇത് ഡീഫിബ്രിലേറ്റർ. ഇതാണ് ഹാർട്ടിൻ്റെ സ്വതവേയുള്ള റിതം തിരിച്ചു കൊണ്ടുവരാനുള്ള മെഷീൻ. രണ്ടാമതായിട്ട് ശ്വാസം വലിക്കാനായിട്ട് ഇതിനകത്ത് അംബോബാഗും മാസ്കും ഉണ്ട്. ഇത് എക്സ്റ്റേണൽ മാസ്ക് ആണ്, പുറത്തുനിന്ന് ശ്വാസം കൊടുക്കാനായിട്ട്. ഇതിനകത്ത് ഓക്സിജൻ ഉണ്ട് കണക്റ്റഡ് ആയിട്ട്. അതായത് ഈ ക്രാഷ് ട്രോളി നമുക്ക് എവിടെ തള്ളിക്കൊണ്ടുപോയാലും നമുക്ക് അത് വെച്ച് പേഷ്യന്റിനെ റിസസിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ മെഡിസിൻ ഭാഗം. അതായത് ശ്വാസം മുട്ടലിന്, വയറുവേദന, നെഞ്ചുവേദന, BP കുറവ്, അതുപോലത്തെ ഏതൊരു കേസിലും നമുക്ക് ഈ മെഡിസിനുകൾ ഉപയോഗിച്ച് പേഷ്യന്റിനെ റിസസിറ്റേറ്റ് ചെയ്യാം. ഇതല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് എൻഡോട്രക്കിയൽ ട്യൂബുകളുണ്ട്. അതായത് ശ്വാസം വലിക്കാത്ത ഒരാൾക്ക് വായ്ക്കകത്തേക്ക്, ലങ്സിനകത്തേക്ക് ട്യൂബ് ഇട്ട് നമുക്ക് ശ്വാസം വലിപ്പിക്കാൻ പറ്റും. ഫസ്റ്റ് എയ്ഡിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പോർട്ടബിൾ വെന്റിലേറ്റർ ആണ്. ഇതേക്കുറിച്ച്, ഇതിന്റെ ഫംഗ്ഷനുകളെ കുറിച്ച് നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. ഡോക്ടർ അതേക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് വെന്റിലേറ്റർ, അതായത് ശ്വാസം വലിക്കുന്ന മെഷീൻ. ഒരു പേഷ്യൻ്റ് ഇപ്പോൾ ശ്വാസം വലിക്കാതെ അല്ലെ പകുതി ശ്വാസം വലിച്ച് എങ്ങനെയെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഡീഫിബ്രിലേറ്റർ വെച്ച് നമ്മൾ പേഷ്യൻ്റെ ഹാർട്ട് റിസസിറ്റേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ശ്വാസകോശം ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് നമ്മളൊരു ട്യൂബ് ഇടുന്നു. ആ ട്യൂബ് ഇട്ടതിൽ പിന്നെ ആ പേഷ്യൻറ്റിനെ ഇതിലോട്ട് കണക്ട് ചെയ്യണം. ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം പേഷ്യൻറ്റിന് ഇഷ്ടമുള്ള വിധത്തിൽ ശ്വാസം വലിക്കാൻ പറ്റും. അതായത് പേഷ്യൻറ്റിന് വേണമെങ്കിൽ 10 ശ്വാസം വലിക്കാം, ബാക്കി മെഷീൻ കൊടുക്കും. അതല്ല, പേഷ്യൻറ്റിന് ശ്വാസം വലിക്കേണ്ട, മുഴുവൻ ശ്വാസവും ഇത് കൊടുക്കും. ഇതിൽ നമുക്ക് പേഷ്യൻറ്റിൻ്റെ രക്തത്തിലെ
ഓക്സിജൻ കോൺസെൻട്രേഷൻ, പേഷ്യൻ്റ് എത്ര ശ്വാസം വലിക്കണം, ഒരു ശ്വാസം വലിയിൽ എത്ര മില്ലി ഓക്സിജൻ അകത്തേക്ക് പോകണം, എത്ര പുറത്തേക്ക് വരണം, എത്ര ബാക്കി നിൽക്കണം, ഇതെല്ലാം ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. 24 hours ഫങ്ഷനിങ് വിത്ത് ബാറ്ററി ബാക്കപ്പ് ആണിത്. അതായത് 3 മണിക്കൂർ വരെ കറണ്ട് ഇല്ലെങ്കിലും ഈ വെന്റിലേറ്റർ ഫങ്ഷൻ ചെയ്യും. ഇത് GEയുടെ -4000 എന്ന് പറഞ്ഞ മോണിറ്ററാണ്. ഒരു ഫുൾ ഫ്ലെജ്ഡ് മോണിറ്ററാണ്. കാർഡിയാക് മോണിറ്റർ, ഹാർട്ടിൻ്റെ മോണിറ്ററിങ്, ശ്വാസകോശത്തിൻ്റെ മോണിറ്ററിങ്, ഓക്സിജൻ്റെ മോണിറ്ററിങ്. അതുമാത്രമല്ല ഇതിനെ നമുക്ക് ഒരു സെൻട്രൽ മോണിറ്ററെ കണക്ട് ചെയ്തിട്ട് എല്ലാ മോണിറ്ററുകളെയും ഒരു സെൻട്രൽ മോണിറ്ററെ കണക്ട് ചെയ്തിട്ട് സെൻട്രൽ ഡെസ്കിൽ നിന്ന് എല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇതിനെ ഒരു ഡീഫിബ്രിലേറ്ററോട് കണക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക് ഷോക്കിംഗ്, മോണിറ്ററിങ് അതും ചെയ്യാൻ പറ്റും. അപ്പോൾ എമർജൻസി റൂമിലുള്ള മെയിൻ മെഷീൻസിനെ കുറിച്ചും ഡോക്ടേഴ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർ, എന്തൊക്കെ എമർജൻസി സിറ്റുവേഷൻസ് ആണ് താങ്കൾ നേരിടാറുള്ളത്? ഒരു സിറ്റുവേഷൻ എമർജൻസി ആണോ അല്ലയോ എന്നുള്ളത് കൂടുതലും ഒരു പേഷ്യൻ്റാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ 40 ഡിഗ്രി സെൻറ്റിഗ്രേഡ് പനിയായിട്ട് വന്നാൽ അത് അയാൾക്കൊരു എമർജൻസി ആയിരിക്കാം. പക്ഷെ നമുക്ക് ബേസിക്കലി എമർജൻസി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒരാൾ തലവേദന, തലകറക്കം, സൈഡ് വീക്ക്നെസ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നെഞ്ചുവേദന, അതല്ലെങ്കിൽ ആൾ പെട്ടെന്ന് ബോധം കിടുന്നു, ശ്വാസം വലിക്കാൻ വയ്യ, അതായത് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ, അതിനെയാണ് നമ്മൾ ബേസിക്കലി എമർജൻസിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ബാക്കി ലൈക്ക് ഇപ്പോൾ ഒരു പനി അല്ലെങ്കിൽ ഒരു ചെറിയൊരു വയറുവേദന ഇതുപോലത്തെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ബേസിക്കലി അതിനെ ട്രയാജ് ചെയ്യും. ട്രയാജ് ഇൻ ദ സെൻസ് പേഷ്യൻ്റ് വരുമ്പോൾ നമ്മളൊരു പ്രിലിമിനറി ഇവാലുവേഷൻ ചെയ്തിട്ട് എമർജൻസി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കും. അപ്പോൾ ഒരു ട്രൂ എമർജൻസിയിലേക്ക് വീഴുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ ഔട്ട് പേഷ്യൻറ്റിലേക്കോ അല്ലെങ്കിൽ ഇൻ പേഷ്യൻറ്റിലേക്കോ ഷിഫ്റ്റ് ചെയ്ത് ബാക്കി ഹാൻഡിൽ ചെയ്യുന്നു. അതല്ല, ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഒരു ഹാർട്ട് അറ്റാക്ക് ആണ്, അല്ലെങ്കിൽ ഒരു സ്ട്രോക്ക് ആണ്, എങ്കിൽ നമ്മൾ ആ ദിശയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, ഫർദർ മാനേജ്മെൻറ്റ് ചെയ്യും. എപ്പോഴൊക്കെ ആവശ്യമാണോ അപ്പോഴൊക്കെ നമ്മൾ കൂടുതൽ ലൈക്ക് ഇൻറ്റേർണൽ മെഡിസിനെയോ അല്ലെങ്കിൽ സർജനെയോ നമ്മൾ ഹെൽപ്പിന് വേണ്ടി വിളിക്കും. ഇതല്ല, നമുക്ക് ഇൻ കേസ് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ വേറൊരു ഹയർ സെൻറ്ററിലേക്ക് നമ്മുടെ ആംബുലൻസിൽ കൊണ്ടുപോയി അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ പേഷ്യൻറ്റിനെ ഏൽപ്പിച്ച് വി മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യൻ്റ് വിൽ. അപ്പോൾ ഡോക്ടർ, ഇന്നത്തെ ഫസ്റ്റ് എയ്ഡിലൂടെ ഒരു എമർജൻസിയെക്കുറിച്ചോ അവിടുത്തെ മെഷീൻസിനെ കുറിച്ചൊക്കെ രോഗങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പൊതുവായ അറിവ് നമ്മുടെ വ്യൂവേഴ്സിന് നൽകിയതിനെ വളരെയധികം താങ്ക്സ്. താങ്ക് യു. Excellent care at affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Muharraq, Kingdom of Bahrain. Surprise!